കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് പ്രതി യാസിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആക്രമണത്തിന് ശേഷം സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട കാറിൽ തന്നെയാണ് യാസിർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അപ്പോഴേക്കും പോലീസ് ഇയാളുടെ ചിത്രവും കാറിന്റെ നമ്പരും അടക്കം പ്രചരിപ്പിച്ചിരുന്നു. ഇയാൾക്ക് വേണ്ടി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തവെയാണ് ഇയാൾ കാറിൽ ആശുപത്രി പരിസരത്ത് എത്തിയത്. എന്നാൽ ആശുപത്രിയിലെത്തിയ ഇയാളെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് പ്രതി യാസിർ ഭാര്യയുടെ വീട്ടിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത്. ഭാര്യ ഷിബില, മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീന എന്നിവരെയാണ് ആക്രമിച്ചത്. കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റ യാസിറിന്റെ ഭാര്യ ഷിബില ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ്. പ്രതിയായ യാസിർ ലഹരിക്കടിമയായിരുന്നു എന്നാണ് വിവരം. ലഹരി അകത്തു ചെന്നാൽ യാസിർ ഷിബിലയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. കൊല്ലപ്പെട്ട ഷിബില ദിവസങ്ങൾക്ക് മുൻപ് യാസിറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നതായാണ് വിവരം. പ്രതി യാസിർ ലഹരി ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കാറുണ്ടെന്ന അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത്. എന്നാൽ പരാതിയിൽ കാര്യമായ നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് ആരോപണം. ലഹരി ഉപയോഗിച്ച ശേഷം യാസിർ അതിക്രൂരമായി ഷിബിലയെ ആക്രമിക്കുകയായിരുന്നു. നിരന്തരമുള്ള മർദ്ദനം സഹിക്കവയ്യാതെയാണ് ഷിബില ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം വീട്ടിലെത്തിയത്.